ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്തിരുന്നു പ്രൈവറ്റ് കംപ്ലൈന്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. എനിക്ക് 1 by 1 ആയിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് നമുക്ക് എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ് എന്നതിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുക. ആ പരാതിയിൽ മതിയായ രേഖകൾ, അതായത് തെളിവുകൾ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോവുക. അവിടെ പോയ ശേഷം പരാതി കൊടുക്കുക. പരാതി കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പരാതി കൊടുത്തതിന്റെ റെസീപ്റ്റ് നിങ്ങൾ കൈപ്പറ്റാൻ മറക്കരുത്. എന്താണ് റെസിപ്റ്റിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുത്ത പരാതി അവർ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ റെസിപ്റ്റ്. അതുകൊണ്ട് റെസിപ്റ്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുത്ത ശേഷം നിങ്ങളുടെ പ്രതികളുമായിട്ട് നിങ്ങളായിട്ട് ഒരു ചർച്ചയുണ്ടാവും. ആ ചർച്ചയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ തൃപ്തരല്ല, നിങ്ങൾക്ക് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമ്മീഷൻ ഓഫീസിലേക്ക് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത അതേ പരാതി, അതേ തെളിവുകൾ ഇതായിട്ട് നിങ്ങൾ കമ്മീഷൻ ഓഫീസിൽ പോവുക. അവിടെ ചെന്ന ശേഷം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പരാതി കൊടുക്കുക, ഉണ്ടായ സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം പരാതി കൊടുത്ത ശേഷം അവിടുന്ന് റെസിപ്റ്റ് ആണ് മുഖ്യം ബിഗിലേ. റെസിപ്റ്റ് വിട്ടിട്ട് നമുക്ക് ഒരു പരിപാടിയില്ല. ആ റെസിപ്റ്റ് സൂക്ഷിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പരാതികളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ എല്ലാം ഒരു പ്രിന്റ് ഔട്ട് ആയിട്ട് എടുത്തു വെക്കണം. അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കണം. 1-2 കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കാണുക. അഡ്വക്കേറ്റിനെ കണ്ട ശേഷം അഡ്വക്കേറ്റിനോട് ഇതൊക്കെ സംസാരിക്കുക. അഡ്വക്കേറ്റ് ആണ് നമുക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ പ്രൈവറ്റ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇത് FIR ഇടാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ പോലീസിനോട് FIR ഇടാൻ പറയുകയും 60 ദിവസത്തിനുള്ളിൽ പോലീസ് ഇതൊരു റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ കേസുകളിലേക്ക് കടക്കുന്നത്. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ദിവസം അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഒരുപാട്